കോഴിക്കോട്ട് നിന്ന് 2 പേർക്ക് കൂടി രോഗബാധ എന്ന വിവരം വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. അനുജ 2 പേർക്കാണ്, അതായത് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. ഇവർക്കാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് സ്വദേശികളാണ്. കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരൻ, ഒപ്പം തന്നെ കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരൻ, ഇവർക്ക് 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിലിപ്പോൾ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 കുട്ടികളാണുള്ളത്. ഈ 2 പേർ ഉൾപ്പെടെ 4 പേരാണുള്ളത്. അതേസമയം തന്നെ MCH മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെങ്കിൽ 3 പേരുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആകെ 7 പേരാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഈ 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. പ്രാദേശികമായി, അതായത് കണ്ണൂർ, കാസർഗോഡ് സ്വദേശികളാണ്. അവർക്ക് എവിടെ നിന്ന് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചു എന്നത് പ്രാദേശികമായി തന്നെ അതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അനുജ, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംസ്ഥാനത്ത് ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. കൊല്ലം കടക്കലിലാണ് മരണം സംഭവിച്ചത്. കൂടാതെ 2 പേർക്ക് കൂടി, 2 കുട്ടികൾക്ക് കൂടി അസുഖം സ്ഥിരീകരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.